ഇപ്പോഴും സാധാരണക്കാര് പലപ്പോഴും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ലോമാസ് ബൾബ്, അതായത് ലൈറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ 50,000 രൂപ മതി. പക്ഷെ അതിന്റെ മുകളിൽ എഴുതി വെക്കാറുണ്ട് MLA ഫണ്ട് 2.5 ലക്ഷം എന്നൊക്കെ. യഥാർത്ഥത്തിൽ അത്രയും ഇതിന് ആവശ്യമില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു സാധാരണക്കാരൻ മനസ്സിലാകുന്ന രീതി പറഞ്ഞ എന്ത് പറയാം? അതായത് ഇപ്പം സ്വാഭാവികമായിട്ടും ഒക്കെ ജനകീയ സമിതികളെ ഏൽപ്പിക്കുകയും പർച്ചേസിന് സുതാര്യമായ സംവിധാനം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുകയുമാണെങ്കിൽ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ലളിതമായിട്ട് നമുക്ക് നടത്താൻ കഴിയും. പക്ഷെ അതിന് ഒരുപാട് സാങ്കേതികത്വം എത്തുന്നു സർക്കാർ. ഇപ്പോൾ നോക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ ഏറ്റവും വലിയ പിടിച്ചുമറിയാണ് നിലാവ് പദ്ധതി. നിലാവ് പദ്ധതി എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരമാണ്, ചുമതലയാണ് തെരുവിളക്ക് സ്ഥാപിക്കൽ. പക്ഷെ ഗവൺമെന്റ് പറഞ്ഞു സർക്കാർ തരും, തദ്ദേശ സ്ഥാപനങ്ങൾ പണം അടച്ചാൽ മതി. എന്നിട്ട് സർക്കാർ തരാണ് എല്ലാ പഞ്ചായത്തിലും 7 വർഷം ഗ്യാരണ്ടിന്റെ വാറണ്ടിന്റെ ഇതൊക്കെ സർക്കാർ പറഞ്ഞു. തദ്ദേശ സ്ഥാപനം പണം അടച്ചു. ലേറ്റ് എന്ന സമയത്ത് പറയാണ് 3 മാസം മാത്രമേ KSEB റിപ്പയർ ചെയ്യുള്ളൂ. ആ 3 മാസത്തിലപ്പുറത്ത് സർക്കാർ എന്ത് ചെയ്യും? കേടായ ഉപകരണങ്ങൾ തരും, റിപ്പയറിംഗ് പ്രവൃത്തി നടത്തും. പക്ഷെ പോസ്റ്റിൽ കയറി അയച്ചുമാറ്റലും സ്ഥാപിക്കലും തദ്ദേശ സ്ഥാപനം ചെയ്യണം. എന്നിട്ട് അത് അയച്ചുമാറ്റി കൊടുത്തിട്ട് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അതായത് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായി നടത്തുന്നതിനെ സർക്കാർ നേരിട്ടെടുക്കുമ്പോൾ വലിയ എമൗണ്ടിന് സ്വകാര്യ കമ്പനികൾക്ക് അവ നൽകുന്ന ഒരു സാഹചര്യമാണ്. വലിയ ചൂഷണമാണുള്ളത്. മാത്രമല്ല ഈ ലോമാസ് ലൈറ്റ് MLA സ്ഥാപിക്കുന്നു, നല്ല കാര്യം. പക്ഷെ സ്ഥാപിക്കാൻ 1.5 ലക്ഷം രൂപ വരുന്നുള്ളൂ. പക്ഷെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു വർഷത്തെ മെയിൻ്റനൻസിന് 20,000-ഓളം രൂപ ടെൻഡർ നൽകുമ്പോൾ വരുന്നുണ്ട്. അത് ഒരു തവണ പോലും റിപ്പയർ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ NC അടിസ്ഥാനത്തിൽ നമ്മൾ നൽകുന്ന സാഹചര്യത്തിൽ. അപ്പൊ ഇതൊക്കെ മാറ്റണമെങ്കിൽ പൂർണ്ണമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകും. Kadodi Gold and Diamonds, Mavur, Puvattuparambur. Invest your sleep on right mattress. 4-wish mattress for healthy sleep.